ഹായ് ഫ്രണ്ട്സ്, റവയൊക്കെ വെച്ച് നമുക്ക് ഒരു അടിപൊളി ഒരു മധുരപലഹാരം ഉണ്ടാക്കിയല്ലോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കാം. സ്റ്റൗ ഓൺ ചെയ്യേണ്ട, ആദ്യം തന്നെ പാൻ എടുക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ഏലക്ക പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്താൽ മതി. അപ്പൊ തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തുടക്കത്തിൽ നമുക്ക് ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ പഞ്ചസാര അലിഞ്ഞ് പഞ്ചസാര ലായനിയായി വരേണ്ടതാണ്. അപ്പം പെട്ടെന്നായി കിട്ടാൻ വേണ്ടി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അത്തരത്തിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിള വരുന്നതായിരിക്കും. അപ്പൊ തിള വന്നതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് പിന്നീട് നമുക്ക് അങ്ങ് കുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പിന്നീട് അങ്ങോട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പഞ്ചസാര മൊത്തം അലിഞ്ഞു വരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം റവ നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം വേഗത്തിൽ ഒന്ന് ഇളക്കേണ്ടതാണ്. അതുപോലെ പാല് ചേർത്ത് കൊടുക്കുന്നതിന്റെ മുമ്പേ ആയിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കട്ടിയായി കിട്ടുന്നതായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ റവ വെന്ത് നല്ല കട്ടിയായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ പാനിനകത്ത് നിന്നെല്ലാം വിട്ട് വരുന്ന സ്റ്റേജ്, അതുപോലെ വെള്ളമയം തീരെ ഇല്ലാത്ത രീതിയിലുമാണ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ആ ഒരു സ്റ്റേജ് വരെ നമ്മൾക്ക് ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് റവ എല്ലാം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഉണ്ട പിടിക്കാവുന്നതാണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ഉണ്ട പിടിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു പരുവത്തിൽ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഉണ്ട പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇത്തരത്തിലെല്ലാം ഒന്ന് ഉണ്ട പിടിച്ചതിന് ശേഷം നമുക്കിനി ഇത് ഫ്രൈ ചെയ്യേണ്ടതാണ്. അപ്പൊ തുടക്കത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കളർ ഒന്ന് മാറി വരും. ഇത്തരത്തിൽ കളർ മാറി വരുമ്പോൾ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് പിന്നീട് അങ്ങോട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇനി ഇത് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വിടേണ്ടതാണ്. അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.